ആ കഥ ഒന്നടച്ചേ. അന്നും വെള്ളപ്പൊക്കം, ഇന്നും വെള്ളപ്പൊക്കം. 1999 വെള്ളപ്പൊക്കം ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? 2000 ആണ്ട് ആഘോഷിക്കുന്നതിന് കുറച്ചു മുൻപ് ഉണ്ടായിരുന്ന പറമ്പും വീടുമൊക്കെ അങ്ങ് മഴവെള്ളം ഒഴുക്കിക്കൊണ്ടുപോയി. ഓടും കഴുക്കോലും പട്ടികയൊക്കെ കിടന്നത് എവിടെയാ? 1/2 കിലോമീറ്റർ മാറി അങ്ങ് പള്ളിമുറ്റത്ത്. കർത്താവ് തമ്പുരാൻ വെള്ളപ്പാച്ചില് കയ്യുയർത്തി അന്ന് തടഞ്ഞു നിർത്തിയെന്നായിരുന്നു അന്നത്തെ സംസാരം. അതിനുശേഷം പള്ളിക്ക് പേരും വന്നു, വരുമാനവും കൂടി. നമ്മുടെ ഒപ്പം കിടപ്പിലുമായി. ഉണ്ടായിരുന്ന കളത്തിപ്പറമ്പ് വെള്ളത്തിലുമായി. അവിടെ നിന്ന് അങ്ങോട്ടൊരു കാലം ഉണ്ടായിരുന്നു. ചക്കപ്പുഴുക്ക് മാത്രം കഴിച്ചുകൊണ്ട് സ്കൂളിൽ പോയിരുന്നൊരു കാലം. അനി, നീ എന്തിനാ ഇതൊക്കെ ഇവിടെ പറയുന്നത്? ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാ. അറിയത്തില്ല ചേച്ചിക്ക്, ഒന്നും അറിയത്തില്ല. എല്ലാം മറന്നു. അപ്പം കിടപ്പിലായപ്പോഴേ മൂത്തേനെ പഠിപ്പിക്ക്, ഇളയ കൊച്ച് വീട്ടിയിരിക്കട്ടെ എന്ന് അമ്മച്ചിയാ പറഞ്ഞത്. പക്ഷെ എനിക്ക് വാശിയുണ്ടായിരുന്നു എങ്ങനെയും പഠിക്കണമെന്ന്. അന്ന് ആ വാശി മനസ്സിലാക്കിയത് ആരാ? ചേച്ചി. അല്ലെങ്കിൽ വല്ലോന്റെ വീട്ടിലെ അടുക്കളയിൽ പാത്രം കഴിവേണ്ടി വന്നേനെ നിത്യവൃത്തിക്ക്. സ്വയം പഠിക്കണ്ടാന്ന് തീരുമാനിച്ച് കുടുംബത്തെ നോക്കാനല്ലേ ചേച്ചി STD ബൂത്തിൽ പോയിരുന്നത്. അതുവരെ ഓക്കെ. അവിടുന്ന് അങ്ങോട്ട് ചേച്ചി പിന്നെ എങ്ങോട്ടാ പോയത്? അപ്പച്ചനും അമ്മച്ചിക്കും എനിക്കും എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. നാട്ടുകാർ ഒരുപാട് മോശം പറഞ്ഞെങ്കിലും അപ്പച്ചൻ മരിക്കുന്നത് വരെ എനിക്കും അമ്മച്ചിക്കും ഒക്കെ വളരെ സന്തോഷമായിരുന്നു, അഭിമാനമായിരുന്നു. ചേച്ചി അനന്തൻചേട്ടനും പറയുന്നത് അനുസരിച്ചിട്ടല്ലാതെ ഇതുവരെ ഒന്നും ചെയ്തിട്ടുമില്ല. എൻ്റെ മോളെ, നീ എന്നോട് ഇതൊന്നും പറയണ്ട. ഇതെല്ലാം എനിക്കറിയാവുന്നതാണ്. നിന്നെ പഠിപ്പിച്ച് മിടുക്കിയാക്കിയെന്നും നിന്നെ ഇതുവരെ കൊണ്ട് എത്തിച്ചു എന്നൊക്കെ ആയിരിക്കും നിനക്ക് പറയാനുള്ളത്. പക്ഷെ സത്യത്തിൽ നിനക്ക് എന്നോട് പറയാനുള്ളത് വേറെയാണ്. അത് വളച്ചു കേട്ടാൽ നീ എന്നോട് പറ. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതിനല്ലേ നിങ്ങൾ എല്ലാവരും കൂടെ അപ്പുറത്തിരുന്ന് ഗൂഢാലോചന നടത്തുന്നത്? അനന്തേട്ടൻ വന്ന് എല്ലാവരും കൂടെ സംസാരിക്കുന്നത് എങ്ങനെ ഗൂഢാലോചന ആവുന്നത്? 7-8 വർഷേ ചേച്ചി അനന്തേട്ടനും നമ്മൾ എല്ലാവരും കൂടെ അല്ലേ ഒരുമിച്ച് താമസിച്ചത്. അന്ന് ഈ ഗൂഢാലോചന ഒന്നും ഇല്ലായിരുന്നല്ലോ. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഉള്ളതെല്ലാം മുഴുവനും കളഞ്ഞു കുളിച്ചിട്ട് വന്ന മനുഷ്യനാ. ആ മനുഷ്യന്റെ വാക്കിന് വിലയില്ലാതെ പോകുന്നതേ ഇപ്പൊ ചേച്ചിക്കാ. പക്ഷെ എനിക്കങ്ങനെ പറ്റില്ല. എന്റെ അച്ചായനും അങ്ങനെ പറ്റില്ല. പഴയതൊന്നും മറന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇപ്പോഴും ആ മനുഷ്യൻ പറയുന്നത് ഞാനും എന്റെ അച്ചായനും അനുസരിക്കും. ചേച്ചിക്ക് ഇത്തിരിയെങ്കിലും മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഇങ്ങനെ ഭ്രാന്തനാക്കുമായിരുന്നോ? എങ്ങനെ പറ്റുന്നു? പഠിക്കാവുന്ന അത്രയും പഠിപ്പിച്ചു, ഫാഷൻ ഡിസൈനറാക്കി. എനിക്കും ചേച്ചിക്കൊക്കെ സ്വപ്നം കാണാവുന്നതിൽ അപ്പുറത്തുള്ള ജീവിതം തന്ന മനുഷ്യനാ. ആ മനുഷ്യൻ ഇവിടെ വന്ന് കണക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിലേ എന്താ തെറ്റ്? ചെന്ന് ആ മനുഷ്യന്റെ കാലിൽ വീഴുന്ന മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അനി, ഞാൻ പറയുന്നൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ? നിന്റെ ചിന്തയും പ്രവൃത്തിയൊക്കെ വേറെയാണല്ലോ. നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. പറ്റണമെങ്കിൽ നീ ആ പഴയ അനി വർഗീസ് ആവണം. അതിന് ഈ ജന്മത്തിൽ നിനക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ മനസ്സ് ഇപ്പം അത്രയ്ക്ക് നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുക. ഇനി നീ അവർ പറയുന്നതേ കേൾക്കത്തുള്ളൂ, എനിക്കറിയാം. അതുകൊണ്ട് ഞാനിപ്പോൾ പറയാം മോളെ, നീ എന്നോട് പറയാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് ഞങ്ങളോട് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് നടക്കത്തില്ല. നീ കാരണം എനിക്ക് പോകാൻ വേണ്ടിട്ട് വേറെ സ്ഥലമില്ല, നിൽക്കാനൊരിടവില്ല. ഇടയില്ലാതാക്കിയത് ആരാ? ആരാ? എല്ലാം ഉണ്ടായിരുന്നല്ലോ എല്ലാരും. അപ്പൊ ചേച്ചി എല്ലാം മറന്നു. അതുകൊണ്ടേ ഈ സ്വത്തിന്റെയും പറമ്പിന്റെയും കാര്യമൊക്കെ ചേച്ചി അങ്ങ് മറന്നേക്ക്. മോളെ, ഞാൻ എന്റെ വയ്യാത്ത കൊച്ചിനെ കൊണ്ട് എങ്ങോട്ടാ പോകണ്ടേ? നീ ഒരിടം പറ. വാടകയ്ക്കാണെങ്കിൽ ഒരു വീട് കൂടെ കിട്ടുന്നില്ല, അതിനോട് നിവൃത്തിയില്ല. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇവിടെ നിൽക്കുവോ? മോളെ, ഈ വീട്ടിൽ ചെലവിനുള്ള കാശ് ഞാൻ തരുന്നില്ലേ? ഇനിയും തരാം. നിനക്ക് വാടക വേണോ? അതും തരാടി. നീ അവരോട് ചെന്ന് പറ പ്ലീസ്. എത്രന്ന് വെച്ചാ എല്ലാം കണക്ക് പറഞ്ഞു തരാന്ന് പറ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ അവരോട് പോവാൻ പറ. നീ